നാളെ ഒരു വാപ്പ മകന് പെണ്ണ് കാണാൻ പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോ യാതൊരു വർത്താനമല്ല. ഒരു ദിവസം കാത്തിട്ട് മൂപ്പരോട് ചോദിച്ചു, അല്ല നിങ്ങളല്ലേ ചെറുക്കന് പെണ്ണ് കാണാൻ പോയിരുന്നിട്ട് എന്താ ചോദിച്ചു. അതിനെ ഞാൻ കെട്ടിക്കോളാം, അവനോട് വേറെ കാണാൻ പറയാം. ഫാത്തിമ ബീബിയാണ് റസൂലുള്ളാഹിന്റെ ചെറിയ മോള്. 15 വയസ്സും 5 മാസവും ആയ സമയത്ത് റസൂലുള്ള മോളെ വിളിക്കലുണ്ട്. മോളെ ഫാത്തിമോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു. ഫാത്തിമ ഓടി വന്നു. അപ്പൊ റസൂലുള്ള ചോദിക്കുന്നുണ്ട് മോളോട്, മോളെ ഉപ്പ നിനക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വല്ലാത്ത രംഗാണ് കിതാബിൽ ഇങ്ങനെ പഠിക്കാൻ. അവിടെ നമുക്കൊരു പാഠമുണ്ട്. വാപ്പ മക്കൾക്ക് കല്യാണം ഉണ്ടാക്കുമ്പം പോയിങ്ങാണ്ട് ഉറപ്പിച്ചു പോയാലല്ല, കുട്ടികളോടും കൂടി ഒന്ന് പറയണം. ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചൂട്ടാ. കുട്ടികളോടും കൂടി ഒന്ന് പറയണം. എങ്ങനെ പറയണം? എനിക്കൊരു കല്യാണം ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ കരുതിയ പുതിയാപ്പള ഇന്ന ആളാണ്, അല്ലെങ്കിൽ കരുതിയ പുതിയണ്ണ് ഇന്ന ആളാണെന്ന് പറയല് നല്ലതാ. നമ്മളാണ് പോയിങ്ങാണ്ട് ഒന്ന് ഉറപ്പിച്ച് വാക്ക് കൊടുത്തിന് വരിക. വാക്ക് കൊടുത്തിന് വന്നിട്ട് മക്കളോട് പറഞ്ഞു നോക്കുമ്പോൾ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ വാപ്പ എന്നെ അയിബാക്കി, പിന്നെ മറ്റേതാക്കി. എന്നോട് ആരെയും അയിബാക്കാൻ പോകാൻ പറഞ്ഞു? പോയി കണ്ടിട്ട് മക്കളോടൊന്ന് മുഷാവറ ചെയ്തിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞു പോന്നാ പോരെ? റസൂലുള്ളാഹി അതാ പഠിപ്പിച്ചിരിക്കണത്. ഇപ്പത്തെ ചില വാപ്പാരെ കാണാൻ പറഞ്ഞേക്കാനും പറ്റാതെയൊക്കെ. മക്കള് മാത്രല്ല കുഴപ്പം. നാളെ ഒരു വാപ്പ മകന് പെണ്ണ് കാണാൻ പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോ യാതൊരു വർത്താനമല്ല. ഒരു ദിവസം കാത്തിട്ട് മൂപ്പരോട് ചോദിച്ചു, അല്ല നിങ്ങളല്ലേ ചെറുക്കന് പെണ്ണ് കാണാൻ പോയിരുന്നിട്ട് എന്താ ചോദിച്ചു. അതിനെ ഞാൻ കെട്ടിക്കോളാം, അവനോട് വേറെ കാണാൻ പറയാം. പിന്നെ ഇപ്പൊ ആരെപ്പം നമ്മൾ പറഞ്ഞേക്കാ കാണാൻ? അങ്ങനത്തെ കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കണത്. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മോള് ഫാത്തിമ ചെറിയ മോളാണ്. ഫാത്തിമോന് 15 വയസ്സും 5 മാസമായ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, മോളെ ഫാത്തിമോ, ഉപ്പാന്റെ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പത്തെ കാലത്ത് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നാളെ നമ്മളോടൊന്ന് മേമാരിയാക്കാം, മകനോട് വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ചായ കുടിച്ചു തിരിക്കുമ്പോ പറഞ്ഞു, അവിടെ എനിക്കൊരു കല്യാണം ഉണ്ടാക്കിയാലോ ചോദിച്ചു. വണ്ടി പാഞ്ഞ് ഗതിയാറുണ്ടാ, ജുമയൊക്കെയാണ് കഴിഞ്ഞോട്ടെ നിങ്ങള്. അപ്പൊ ഇപ്പത്തെ രീതി അങ്ങനെ. അപ്പൊ ഫാത്തിമൂനോട് ചോദിച്ചു, എനിക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ. ഫാത്തിമ ഒന്നും പറഞ്ഞില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നാണ് ചാടിക്കൊടഞ്ഞ് ഇറങ്ങി പറയില്ല. ഒരു പെണ്ണിനൊരു ഹയാ അവൾക്ക് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അലിയാരെ കൊണ്ട് കല്യാണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. പുതിയാപ്പളിനെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം. ചില കുട്ടികൾ പുതിയാപ്പളിനെ കേൾക്കുമ്പോ പറയും, എനിക്കിപ്പോ കല്യാണം വേണ്ട, ഞാൻ കുറച്ചും കൂടി പഠിച്ചാണ്. അപ്പൊരു പഠിച്ചലളകിയത്. ആ മറുപടിന്റെ മാനങ്ങൾക്ക് മനസ്സിലായോ എന്താണ്? ആ പുതിയാപ്പളിനെ എനിക്ക് പറ്റിയിട്ടില്ല എന്നാണ് എന്റെ മാന. അല്ലാതെ ഓള് പഠിച്ചാൻ കമ്പം പിടിച്ചാണ് എന്നല്ല. അത് മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മോളോട് ചോദിച്ചു, എനിക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ. ഒന്നും മുണ്ടിയില്ല മോള്. അലിയാരാണ് കേട്ടോ പുതിയാപ്പളാന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ മുഖത്തെ ഒരു ചെറിയ ഒരു ഉള്ളിൽ ഒരു ചിരിന്ന് റസൂലുള്ള മനസ്സിലാക്കി. സമ്മതാണ്. അതാണ് മൗനം സമ്മതം എന്നത് ഇസ്ലാമിൽ ഒരു ഹുക്കുമായിട്ട് വന്നത്. അത് പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. ആരെ? ഫാത്തിമ ബീവിയെ അലിയാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആ കല്യാണം നടക്കുമ്പോൾ ഓർക്കണം, നേരത്തുള്ള മക്കളൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് നല്ല നല്ല കഴിവും ശേഷിയുള്ള വീട്ടുകാർ. ഫാത്തിമൂനെ കല്യാണം കഴിച്ചിരിക്കുന്നത് അലിയാരാണ്. അലിയാർക്ക് സാമ്പത്തിക ശേഷിയില്ല. അലിയാർക്ക് എന്താണ് കയ്യിലുള്ളത്? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. അല്ലാഹു റബ്ബി. വല്ലാത്ത ശക്തിയുള്ള മഹാനാണ് അലി റളിയല്ലാഹു അൻഹു. അലിയാര് നല്ല പണ്ഡിതനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ര പ്രിയപ്പെട്ട ആളാ. റസൂലുള്ളാഹിന്റെ അടുത്ത് വളർന്ന ആളാ അല്ലേ? അല്ലാഹു റബ്ബി. അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ആ ഫാത്തിമൂനെ കല്യാണം കഴിപ്പിക്കുന്നത്. അല്ലാഹുവേ, ഇപ്പോഴും നമ്മളെ നിക്കാഹൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആ നിക്കാഹ് കഴിഞ്ഞാൽ അവിടെ ഒരു ദുആ ഉണ്ട്. എന്താ ദുആ? അല്ലാഹുമ്മ അല്ലിഖ് ബൈന ഹാദൈനി സൗജൈൻ. ഈ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ നീ മനസ്സ് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അലിയാരെയും ഫാത്തിമൂനെയും പൊരുത്തപ്പെടിപ്പിച്ചതുപോലെ. യാ റബ്ബ്. നമ്മൾ പല നാട്ടിൽ കൂടി ഇവിടെ നോക്കുമ്പോൾ വയത് പറയുന്ന ആളെക്കാട്ടിലും ക്ഷീണപ്പായിരിക്കാണ് കേൾക്കണവൽക്കാണ് അല്ലേ? ചായയും കടിയൊക്കെ കേൾക്കണവൽക്ക്. പറയണ കാര്യത്തിൽ യാതൊരു നിങ്ങൾ ആ കുട്ടികളും വന്നു. എങ്ങനെയാണ് ആർക്കാണ്
കേട്ട് അള്ളാഹു ആഫിയത്ത് തരട്ടെ. അപ്പോ ഇരിക്കട്ടെ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ സമ്മതം കൊടുത്തു. അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുതിയണ്ണായിട്ട് ഇറങ്ങണ സമയത്ത് ആരൊക്കെ ഉണ്ട് അല്ലേ? ഉമ്മണ്ട്, വല്യമ്മണ്ട്, അമ്മായിണ്ട്, താത്തണ്ട്, ആരൊക്കെ ഉണ്ട് ഇറങ്ങിപ്പോരാന് പുതിയണ്ണിന്റെ ഒപ്പം. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പുതുമണവാട്ടിയായി വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് യാ റബ്ബ് ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബീബി ഉണ്ടോ? വല്യമ്മ എന്ന് വിളിക്കാൻ ഉമ്മമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മായി എന്ന് വിളിക്കാൻ റസൂലുള്ളാഹിക്ക് ഒരു അമ്മായി ജീവിച്ചിരിപ്പുണ്ടോ? അല്ലാ ഇത്താത്ത എന്ന് വിളിക്കാൻ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിക്ക് ഇത്താത്ത ഉണ്ടോ? അപ്പൊ അല്ലാഹു റബ്ബി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെയുണ്ട്. പെങ്ങളെ കെട്ടിച്ചുമ്പോ പെങ്ങളെ പുതിയണ്ണിന്റെ ഒപ്പം പോയിങ്ങാണ്ട് ഞാൻ പെരയൊക്കെ ഒന്ന് കണ്ടുപോരാ ആര് പോകും? ആങ്ങളെ പോകും അല്ലേ? ഇക്കാക്ക എന്ന് വിളിക്കാൻ ഫാത്തിമ ബീവിക്ക് ഒരു ഇക്കാക്ക ജീവിച്ചിരിപ്പുണ്ടോ? ഫാത്തിമ ബീവി കല്യാണത്തിന്റെ അന്ന് കണ്ണീരിന്റെ മഴയാണ്. ഫാത്തിമ ബീവിക്ക് കല്യാണത്തിന് കണ്ണീരിന്റെ മഴയാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പുതിയാപ്പളയായി വീട്ടിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അലിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലിയെ ഫാത്തിമോനെ നിങ്ങൾ പോകുമ്പോ കൊണ്ടുപോയിക്കോളി, പക്ഷേ ഫാത്തിമോനോട് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്കാണ് വരാം. അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമോനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവർ രണ്ടുപേരും പോയി. അലിയാർ താമസിക്കുന്നത് റസൂലുള്ളാഹി താമസിക്കുന്നത് കുറച്ച് അകലെയാണ്. അവിടെ റസൂലുള്ള കല്യാണത്തിന്റെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആ കല്യാണത്തിന്റെ സംഗതികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് റസൂലുള്ള വേഗം പോയി മകളെടുത്തേക്ക്. അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ഇപ്പുറത്തും അലിയാർ ഇപ്പുറത്തും നടുവിൽ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു. രണ്ടാളെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തിയിട്ട് സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞു. സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞു. അവര് രണ്ടുപേരെയും മനസ്സും തമ്മിൽ കോർത്തിണക്കി. അവര് രണ്ടുപേരെയും ഹൃദയവും തമ്മിൽ ബന്ധിപ്പിച്ചു. അല്ലാ ഫാത്തിമോ, നിനക്കുള്ള സ്വർഗം അലിയാരാണ്. അലിയെ, നിനക്കുള്ള സ്വർഗം ഫാത്തിമയാണ്. അവര് രണ്ടുപേരെയും ഇണ ചേർത്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവര് രണ്ടുപേരെയും എന്തൊരു ദാമ്പത്യ ജീവിതമാണ്. അതാണ് ഇപ്പോഴും ഒരു ഉസ്താദ് നിക്കാഹ് കഴിഞ്ഞാൽ അപ്പ ദ്വാർക്കും അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈൻ, ഈ നവദമ്പതികൾക്ക് നീ സ്നേഹബന്ധം കൊടുക്കണം. കമാ അല്ലഫ്ത ബൈന അലിയിൻ വ ഫാത്തിമത റളിയല്ലാഹു അൻഹും, ഫാത്തിമ ബീബിയും അലിയാരി നന്നാക്കിയതുപോലെ ആ പ്രത്യേകമായിരിക്കുന്ന ബന്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാതാപിതാക്കളെ നന്മ കണ്ടുകൊണ്ട് മക്കള് വളരണം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയും അവളുടെ ജീവിതത്തിൽ അലിയാരത്ത് പൈസ ഇല്ല, ജോലിയില്ല, ഒരിക്കൽ കഷ്ടപ്പെട്ടു. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് നമ്മളെ കുടുംബ ബന്ധത്തിലൊക്കെ വഴക്കാണ്. കുടുംബ ബന്ധങ്ങളൊക്കെ പല സ്ഥലത്തും നോക്കിയാൽ ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ ജോലി അന്വേഷിച്ചു വന്നു. എന്ത് ജോലിയായാലും വേണ്ടില്ല ഉസ്താദേ, നിങ്ങൾ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു പണി തന്നാൽ മതി. എന്തേ ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയണു ഉസ്താദ്? ഞാൻ ഗൾഫിലായിരുന്നു 16 കൊല്ലം. തിരിച്ചു ഇവിടെ വന്നു നോക്കുമ്പോ അമ്മയും കുട്ടികളും ഒന്നായി, ഇന്നാണ് പുറത്താക്കി. ഞാൻ ഗൾഫിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്ന വീടും പറമ്പും ഒക്കെ ഇപ്പൊ ഓല പേരിലാണ്. ആരെ പേരിലാണ്? ഉമ്മാന്റെ മക്കളെയും പേരിലാണ്. ഈ പോലും ഒന്നായിങ്ങാട് എന്നെ ഒഴിവാക്കി. എനിക്ക് ഇവിടെ നിന്നാല് ഈ കുട്ടികളുടെ അടിയിൽ ഇവിടെ താമസിച്ചാൽ ഈ മുത്താലിമീങ്ങൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുത്ത് ഇവിടെ കടന്ന് മരിച്ചാലും നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു വാപ്പ വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി. നമ്മളൊക്കെ വീടുകളിൽ സ്നേഹബന്ധം വളരെ കുറഞ്ഞു, വളരെയധികം പ്രയാസങ്ങൾ. അല്ലാ, ഉമ്മാനെയും ബാപ്പാനെയും ബലവെക്കാത്ത രീതി, അല്ലെങ്കിൽ ഉമ്മ ബാപ്പാനെ പറ്റിയിട്ട് ഹൈറ് പറഞ്ഞു കൊടുക്കണില്ല, ബാപ്പ ഉമ്മാനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മളെ വലിയ മുതലാളിയാണ് നമ്മളെ യൂസുഫ് അലി സാഹിബ്. അദ്ദേഹം ജോലിക്ക് ചെറുപ്പക്കാരെടുക്കുന്ന സമയത്ത് പറയുമത്രേ, ജോലിയൊക്കെ തരാം, കിട്ടുന്ന ശമ്പളം ഉമ്മാക്കും ബാപ്പാക്കും അയച്ചു കൊടുക്കുമല്ലേ. ഇപ്പൊ അടുത്ത് തൃശ്ശൂർക്കാരനൊരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഞാന് യൂസുഫ് അലിന്റെ കമ്പനിയിൽ നല്ല ഉയർന്ന ജോലിയിലാണ്, എന്റെ മകനും ഇവിടെ ജോലിയിലുണ്ട്. മകനും വാപ്പിയും തമ്മിൽ തെറ്റി. ആ വിവരം യൂസുഫ് അലി അറിഞ്ഞു. അപ്പൊ തന്നെ മൂപ്പര് മകനെ ക്യാൻസലാക്കി വിട്ടു. വാപ്പാന്റെ പൊരുത്തല്ലാത്ത മക്കൾ എന്റെ അടുത്ത് ജോലി ചെയ്യണ്ട. അപ്പൊ തന്നെ
ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തിയത്. മക്കളും മാതാപിതാക്കളും അതൊരു വല്ലാത്ത ജീവിതമാണ്. ഇതൊരു വല്ലാത്ത ജീവിതമാണ്. അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും തമ്മിലുള്ള സ്നേഹബന്ധം ഇങ്ങനെ ജീവിച്ചും ജീവിതം മുന്നോട്ട് പോണതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയോ, ഒരിക്കൽ അലിയാർക്ക് ജോലിയില്ല, വീട്ടിലൊക്കെ പട്ടിണിയാണ്. എന്താ അവിടെ ഒരു പുക പോകണ്ടോ? അല്ലേ? കുറച്ചേരം ആയാൽ എന്ത് വരും? ഒരു പുക ഇങ്ങനെ പോകും. അത് നമ്മളെ തമ്മിലുള്ള പുക അറിയായിട്ടാണ്. മനസ്സിലായില്ലേ? ഈ ചെറിയൊരു തണുപ്പിലുണ്ടാകുന്ന പുക. അതിന് നിങ്ങൾ അയിമക്ക് തന്നെ നോക്കിക്കണം. നിങ്ങളാണ് നോക്കാതെ നിൽക്കും ചെയ്യും. ചെറിയ സംഗതി അങ്ങനെയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നകാര്യം. അപ്പൊ അതാണ് കുട്ടികൾ തമ്മിൽ കളിച്ച് കാണിച്ചാൽ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ ഓല അടിയും പിടി ഓല തന്നെയാണ് നന്നായിക്കോളും. നമ്മൾ തീർക്കാൻ വേണ്ടി പോയാൽ പിന്നെ അയൽവാസികൾ തമ്മിൽ കച്ചറ കൂടേണ്ടി വരും. അല്ലാഹു തആല ഖൈർ തരട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായിക്കാൻ റസൂലുള്ളാഹിന്റെ കയ്യിലുമില്ല. അലി റളിയല്ലാഹു അൻഹു ജോലി അന്വേഷിച്ച് ഇറങ്ങി. ഞാൻ എന്റെ സഹോദരിമാരോടൊക്കെ ഓർമ്മപ്പെടുന്നത്, എന്നും ഗൾഫിൽ ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. എന്നും ഭർത്താവിന് ഒരേപോലത്തെ വരുമാനമാണെന്ന് വിചാരിക്കരുത്. തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഭാര്യ ഭർത്തൃ ജീവിത സുഖ ദുഃഖങ്ങൾ പരസ്പരം അറിയണം, മനസ്സിലാക്കണം. മക്കൾക്ക് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ് നിക്കാഹ് നടന്നത്. ആദം നബി അലൈഹി സ്വലാം ഹവ്വ ബീവിയെ കല്യാണം കഴിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ വിവാഹ ജീവിതം സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കുക. അതുകൊണ്ട് ആ കാര്യം നല്ല പോലെ ഓർക്കണം. അല്ലാഹു റബ്ബി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു ജോലിയില്ലാതെ അലിയാര് ജോലി അന്വേഷിച്ച് നടന്നിട്ട് ഒരു വീട് പണി നടക്കുന്നിടത്ത് വെള്ളം കോരുന്ന ജോലി കിട്ടി. വെള്ളം കോരുന്ന ജോലി കിട്ടിയപ്പോൾ 16 തോൽപാത്രം വെള്ളം എത്തിച്ചു കൊടുത്തതിന് ഒരു തോൽപാത്രത്തിന് ഒരു കാരക്ക എന്ന രീതിയിൽ 16 കാരക്ക കൂലി കിട്ടി. അതുമായി വന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയെ ഏൽപ്പിച്ചപ്പോൾ ഫാത്തിമ അതുകൊണ്ട് കുറച്ച് സംഗതികളൊക്കെ ഉണ്ടായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി. അവർ അറബികളുടെ രീതിയിൽ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഓടിപ്പോയി ഉപ്പാന്റെ അടുത്തേക്ക്. ഉപ്പാക്ക് കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഉപ്പ ചോദിക്കുന്നുണ്ട്, മോളെ ഫാത്തിമോ, ഈ ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പൊ പറഞ്ഞു, ഉപ്പ അലിയാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ഇന്ന് പോയിട്ട് 16 കാരക്ക കിട്ടി, അതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം ഉപ്പാക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഉപ്പ മോളോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഉപ്പാന്റെ മോളാണോ അതല്ല ഉപ്പാന്റെ ഉമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. നീ ഉപ്പാക്ക് മോളാണോ അതോ നീ എനിക്ക് ഉമ്മയാണോ? കാരണം മകൻ വിശക്കുന്നു എന്നത് കണ്ടറിഞ്ഞിട്ട് ഓടി വരിക ആർക്കാ സാധിക്ക? ഉമ്മാക്കാണ് സാധിക്ക. ഒരു ഉമ്മ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ആര് ചെയ്യുന്നത്? ഫാത്തിമ ബീബി ചെയ്യുന്നത്. അല്ലാഹു റബ്ബി ഉപ്പ റസൂലുള്ളാഹി തങ്ങൾ മോളോട് ചോദിക്കാണ്, മോളെ നീ ഉമ്മയാണോ അതല്ല മോളാണോ? ആ സമയത്ത് ഫാത്തിമ ബീബി പറയുന്നുണ്ട്, ഉപ്പാ ഉമ്മ ഖദീജ ബീബി നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും നിങ്ങളെ ശുശ്രൂഷിക്കുന്നതും പരിപാലിക്കുന്നതും ഞാൻ ഓർത്തുപോയി. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ മോളോട് പറയുന്നുണ്ട്, മോളെ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായിട്ടുണ്ട്. ആ സമയത്താണ് ഫാത്തിമ ഭക്ഷണവുമായി ചെല്ലുന്നത്. ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മളൊക്കെ സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ കാലഘട്ടമാണ്. അല്ലാഹു തആല നമുക്ക് കഷ്ടപ്പാട് തന്നിട്ടില്ല. പക്ഷേ ഭക്ഷണം കൊണ്ട് ദൂർത്ത് കളിക്കല്ലേ, കഷ്ടപ്പാട് വിളിച്ചു വരുത്തരുത്. ഇതൊക്കെ ഞാൻ ഓർമ്മപ്പെടുന്നത് ഒരു മദ്രസയുടെ സിൽവർ ജൂബിലി എന്ന് പറയുമ്പോൾ പഠിക്കാൻ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിത്യജീവിതത്തിൽ പകർത്താൻ ഞാൻ എൻ്റെ ഉമ്മ പങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബ ബന്ധം, രക്തബന്ധത്തിലെ, അതുപോലെ വിവാഹ ബന്ധത്തിലെ, അയൽവക്ക ബന്ധത്തിലെ ഇതൊക്കെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, ഈമാൻ ഉണ്ടാവണം. അതനുസരിച്ച് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുന്ന സൽക്കർമ്മങ്ങൾ, നിസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, സക്കാത്ത് മാത്രമല്ല, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോയാൽ ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാണ് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ
അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരണാതീതമായി നിൽക്കുന്ന സ്വർഗമുണ്ട്. സ്വർഗീയാരാമത്തിന്റെ സുഖ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹു തആല അവരെ പ്രത്യേകം ആദരിക്കും. ഖാലിദീന ഫീഹാ, സ്വർഗത്തിൽ അവർ എന്നെന്നും സന്തോഷമായിരിക്കും, സ്വർഗത്തിൽ അവർക്ക് ആനന്ദമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാര് മക്കളോടൊപ്പം ഇവിടെ നല്ല ജീവിതം കുടുംബജീവിതം നയിച്ചോ, നാളെ സ്വർഗത്തിൽ പറയുന്നത് കണ്ടിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഓ ഉമ്മപങ്കന്മാരെ, വാപ്പമാരെ, മക്കൾ ജനിക്കുക, ഒരു ഉമ്മ ഗർഭം ധരിക്കുന്നതിന് സ്വർഗം കിട്ടും, ഒരു ഉമ്മ മക്കളെ പോറ്റുന്നതിന് സ്വർഗം കിട്ടും. ഏതൊരു ഉമ്മയും അമ്മിഞ്ഞ പാല് കൊടുക്കുമ്പോൾ അല്ലാഹു തആല സ്വർഗം തരും. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ കഴുകി വൃത്തിയാക്ക, മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്ക, മക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്ക, മക്കളെ ദേഹം കഴുകി ശുദ്ധിയാക്ക, മക്കളെ എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടു നടക്ക, മക്കൾക്ക് ഭക്ഷണം കൊടുക്ക. യാ റബ്ബ് യാ റബ്ബ്. ഉമ്മമാർ മക്കളെ പരിപാലിക്കുന്നതിനും പോറ്റി വളർത്തുന്നതിനും മക്കളെ നല്ല പോലെ സംരക്ഷിക്കുന്നതിനും അല്ലാഹു തആല സ്വർഗം തരുന്ന കാര്യമാണ്. ഓ വാപ്പമാരെ, നമ്മുടെ മക്കൾ, ആ മക്കളെ ഉമ്മ, നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ ഏറ്റവും നല്ല മാർഗമാണ് മക്കളെ നല്ല നിയ്യത്തോടു കൂടെ പോറ്റുക. ഭർത്താക്കന്മാർ നല്ല നിയ്യത്തിൽ ജീവിക്കുക. നമ്മുടെ ആനന്ദമാകാം, നമ്മുടെ കളിയാവാം, നമ്മുടെ ചിരിയാകാം, നമ്മുടെ യാത്രയാകാം, നമ്മുടെ ഉല്ലാസങ്ങളാകാം, എല്ലാം നമുക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, താമസിക്കാൻ അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീട്, മനസ്സിനിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, യാത്ര ചെയ്യാൻ ഒരു വാഹനം, അത് ഭൂമിയിൽ അള്ളാഹു അനുവദിച്ച കാര്യമാണ്. ഇതൊക്കെ അള്ളാഹു സന്തോഷപ്പെടുന്ന കാര്യമാണ്. ആ ഇണജീവിതം സന്തോഷത്തിലാണോ? അവരും അവരെ ഇണജീവിതത്തിലെ കുടുംബങ്ങളും അലൽ ഫീ ളിലാലിൻ, സ്വർഗത്തിന്റെ നല്ല തണൽ മരത്തിന്റെ ചുവട്ടിലെ പാർക്കുകളിൽ, അലൽ അറായികി, ചാരി കസേരകളിൽ, മുത്തഖിഊൻ, അവരിങ്ങനെ ചാരി ഇരുന്ന് ഉല്ലസിക്കുകയാണ്. നല്ല ഭാര്യ ഭർത്തൃ ജീവിതം നയിച്ച നല്ല ഉമ്മയും വാപ്പയുമായ ആളുകൾ സ്വർഗത്തിൽ ഉമ്മയും വാപ്പയേറ്റ് സന്തോഷത്തിൽ ഇങ്ങനെ യാ റബ്ബ്. ആ സമയത്ത് ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ, അവർക്ക് സ്വർഗത്തിലെ കായ്ക്കനികളുണ്ട്, സ്വർഗത്തിലെ ഫ്രൂട്ട്സുകളുണ്ട്, സ്വർഗത്തിലെ പഴങ്ങളുണ്ട്. അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും സ്വർഗത്തിൽ അവർക്ക് കിട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന മധ്യേ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അല്ലാഹു തആല ഇടക്കിടക്ക് സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, റഹ്മാനായ റബ്ബിന്റെ ആനന്ദത്തിന്റെ സന്ദർശനം ഇടക്കിടക്ക് സ്വർഗത്തിൽ. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ, അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ, സഹോദരന്മാരെ, നമ്മുടെ കുടുംബം ഏറ്റവും പ്രധാനമാണ്.